അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് എന്നോണം ദാറുൽ ഇഫ്താ എന്ന ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മൾ ജാമിഅത്തുൽ ഫുർഖാൻ അൽ ഇസ്ലാമിയ എന്ന ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരുപാട് ദീനി സംരംഭങ്ങൾ നടത്തിപ്പോരുന്നതിൻ്റെ കൂട്ടത്തിൽ സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ദീൻ പഠിക്കാനുള്ളൊരു അവസരം, അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് നിവാരണം അനിവാര്യമാണ് എന്ന ബോധ്യത്തിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക്, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു അവലംബമാണ് നമ്മുടെ സ്ഥാപനം. ദീനുമായി ബന്ധപ്പെട്ട, ദുനിയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനുണ്ട് എങ്കിൽ, ചോദിച്ചറിയാനുണ്ട് എങ്കിൽ, പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ വരാനും ചോദിക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരമാണ് ദാറുൽ ഇഫ്താ. ദാറുൽ ഇഫ്താ വലിയൊരു ലക്ഷ്യമാണ്, ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ തുടക്കമാണ്. ആഷിഖ് സാറ് പറഞ്ഞതുപോലെ നാളെ ഇത് ഒരു ഇസ്ലാമിക കോടതിയായി, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗവൺമെൻറ് അംഗീകരിച്ച ഒരു കോടതിയായി നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും കൊടുക്കുന്ന രീതിയിൽ ഇത് വളരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ദാറുൽ ഇഫ്താ എന്ന ഈ സംരംഭം സാധാരണക്കാർക്കുള്ളതാണ്, നാട്ടുകാർക്കുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, നാം ഇപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും ആ വാട്സപ്പ് ഗ്രൂപ്പ് ചോദിക്കേണ്ടവർക്ക് ചോദിക്കാനായി തുറന്നു കൊടുക്കും. അതിൽ സംശയമുള്ളവർ, ദീൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർ, അവർക്കെന്താണോ സംശയമുള്ളത് അത് ചോദിക്കാം. അതിൽ വരുന്ന ചോദ്യങ്ങളെ മാസത്തിലൊരിക്കൽ ഒരു ബുധനാഴ്ച മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇശാ നമസ്കാരത്തിൻ്റെ ഉള്ളിലായി ആ ചോദ്യങ്ങൾക്കുള്ള ഫത്വ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് നൽകും. ദാറുൽ ഇഫ്താ എന്ന ഈ സംരംഭത്തിൻ്റെ ഉത്തരവാദിത്തം നാം ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഉസ്താദുമാരായ നൂറുൽ ഹസൻ മദീനി, അതുപോലെ തന്നെ അൻവർ ഹുസൈൻ എന്നീ രണ്ട് ഉസ്താദുമാർക്കാണ്. നൂറുൽ ഹസൻ അൽ മദീനി, അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ കുല്ലിയത്തു ശരിയ 4 വർഷം പഠിച്ച് പൂർത്തിയാക്കിയ വ്യക്തിയാണ്. വലിയ വലിയ പണ്ഡിതന്മാരുടെ കീഴിൽ ഇൽമ് പഠിച്ച് പുറത്തിറങ്ങിയ വ്യക്തിയാണ്. അതേപോലെ തന്നെ അൻവർ ഹുസൈൻ, അദ്ദേഹം ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൽ നിന്നും തഖസ്സുസുൽ ഫിഖ് പഠിച്ച് പൂർത്തിയാക്കിയ ആളാണ്. ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് ഇൻഷാ അല്ലാഹ് ദാറുൽ ഇഫ്താ എന്ന ഈ സംരംഭം മുന്നോട്ട് പോവുക. ഈ രണ്ട് ഉസ്താദുമാർക്ക് സഹായിയായി ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിലെ സീനിയർ വിദ്യാർത്ഥികളെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. സീനിയർ വിദ്യാർത്ഥികളെ നിശ്ചയിക്കാനുള്ള കാരണം, നമ്മുടെ ലക്ഷ്യവും പ്രതീക്ഷയും നമ്മുടെ മക്കളാണ്, നമ്മുടെ വിദ്യാർത്ഥികളാണ്. നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ മക്കൾ. നാളെ ഈ ഉമ്മത്തിനെ നയിക്കേണ്ട, നൂറുസ്താദ് പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിൻ്റെ നേതൃനിരയിൽ നിൽക്കേണ്ട പണ്ഡിതന്മാരാണ്, ദുആത്തുകളാണ് ഇന്നീ കാണുന്ന ഈ ചെറിയ മക്കൾ.
അപ്പോൾ അവരെ സമൂഹത്തിനെ നയിക്കാനും പ്രാപ്തരാക്കുക, സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ, ഉമ്മത്തിൻ്റെ പൾസറിഞ്ഞ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളിൽ ഇടപെടാൻ യോഗ്യരാക്കുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ ഈ ഉസ്താദുമാരുടെ കൂടെ അവരെയും ചേർത്ത് എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ സമീപിക്കേണ്ടത്, ആ പ്രശ്നത്തിനുള്ള പരിഹാരം എങ്ങനെയാണ് കാണേണ്ടത് എന്നത് അവരിലൂടെ പഠിക്കാനും കൂടിയാണ്. നാളെ ഈ ദാറുൽ ഇഫ്താ എന്ന ഈ കൊച്ചു സംരംഭം ഒരു വലിയ സംരംഭമായി ഉമ്മത്തിൻ്റെ ആശാകേന്ദ്രമായി മാറുന്ന ആ ഘട്ടത്തിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഈ കൊച്ചു മക്കൾക്കായിരിക്കും. അങ്ങനെ ഇത് ലോകത്ത് അറിയപ്പെട്ട ഒരു ഇൽമിൻ്റെ മർക്കസായി, സാധാരണക്കാരുടെ അവലംബമായി വളർന്ന് പന്തലിച്ച ഒരു ഇൽമിൻ്റെ ഗേഹമായി മാറണം. നമ്മുടെ മക്കൾ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടാകണം. നേതൃപാടവം, കമാൻഡിങ് പവർ, ഉമ്മത്തിൻ്റെ പൾസറിഞ്ഞ് വിഷയങ്ങൾ ഇടപെടാനുള്ള യോഗ്യത, അതും കൂടി ഈ ഇൽമു പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ പണ്ഡിതന്മാർ ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിച്ചു, അതിനെങ്ങനെയാണ് അവർ മറുപടി പറഞ്ഞത് പോലുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാരുടെ ഫത്വകൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ദാറുൽ ഇഫ്താ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് തോന്നിയൊരു മറുപടി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നതല്ല. മറിച്ച് ഈ ഉമ്മത്തിൻ്റെ ഉലമാക്കൾ ഈ ഉമ്മത്തിന് വേണ്ട പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരങ്ങൾ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്കുള്ളൂ. അറബിയിൽ പറഞ്ഞതിനെ ഈ ഉമ്മത്തിൻ്റെ ഭാഷ എന്താണോ ആ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക എന്ന ഉത്തരവാദിത്തമേ നമുക്കുള്ളൂ. എന്നിരുന്നാൽ കൂടിയും ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്, വലിയൊരു ദൗത്യമാണ്. സമൂഹം അവരുടെ നിത്യജീവിതത്തിൽ കുത്തഴിഞ്ഞു പോകുമ്പോൾ അവരെ ദീനിൻ്റെ അഹിൽകാരാക്കുക, ദീനിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അത് ക്ലാസ് റൂമുകളിലുള്ള കിതാബ് വായനയിൽ ഒതുങ്ങിയാൽ ഈ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നാം ഉമ്മത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്, സമൂഹത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. ഒരു ആലിം, ഒരു ദായി സമൂഹത്തിൽ അവൻ്റെ നിലയും വിലയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇറങ്ങേണ്ടതുണ്ട്. സാധാരണക്കാർ അവർ സമൂഹത്തിൽ ഇറങ്ങുന്നത് പോലെ ഒരിക്കലും ഒരു പണ്ഡിതൻ ഇറങ്ങാൻ പാടില്ല. അവൻ്റെ നിലയും വിലയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവൻ്റെ ഇൽമിന് മഹത്വമുണ്ട്, ബഹുമാനമുണ്ട്. അത് അവൻ്റെ നിലപാടില്ലായ്മ കാരണത്താൽ ആ ബഹുമാനവും ഇൽമിൻ്റെ വിലയും നഷ്ടപ്പെടാൻ പാടില്ല. പണ്ഡിതന് വഖാറുണ്ടാകേണ്ടതുണ്ട്. പണ്ഡിതൻ സമൂഹത്തിൽ സ്വീകാര്യനാണ്, അവൻ്റെ വാക്കുകൾക്ക് വിലയുണ്ട്, അവൻ്റെ തീരുമാനങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അത് നിലപാടില്ലാത്ത, നിലവാരം കുറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ ഇല്ലാണ്ടാക്കാൻ പാടില്ല. എങ്കിൽ കൂടിയും സമൂഹത്തെ അറിയുന്ന, സമൂഹത്തിൻ്റെ പ്രശ്നം അറിയുന്ന, സമൂഹത്തിന് ആവശ്യമായത് ആവശ്യമായ രീതിയിൽ പറയേണ്ടടുത്ത് പറയേണ്ട പോലെ പറയാൻ, ചെയ്യേണ്ടടുത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ, മൗനം ദീക്ഷിക്കേണ്ടടുത്ത് വളരെ ഹിൽമോടുകൂടി മൗനം ദീക്ഷിക്കാൻ, സംസാരിക്കുകയാണ് എങ്കിൽ ഇൽമോടുകൂടി സംസാരിക്കാൻ നമുക്ക് പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഏറ്റവും ഉത്തമനായ മുഅ്മിൻ ജനങ്ങളിൽ ഇടപഴകുകയും ജനങ്ങളുടെ ഉപദ്രവത്തിൽ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുന്നവനാണ് എന്നാണ്. ജനങ്ങളിൽ ഇറങ്ങണം. ഇതൊക്കെ വലിയ ലക്ഷ്യങ്ങളും വലിയ പ്ലാനുകളുമാണ്. ഇതിലൊരു ആത്മീയത കാണാൻ നമുക്ക് സാധിക്കണം. ദീനിന് വേണ്ടി ഏത് മേഖലയിലാണോ നമുക്ക് ഹിദ്മത്ത് ചെയ്യാൻ പറ്റുക, ആ മേഖലയിൽ എന്നാൽ കഴിയുന്ന ഹിദ്മത്ത് ഞാൻ ചെയ്യുമെന്ന ദൃഢനിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ദാറുൽ ഇഫ്തായിലൂടെ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ളവരുടെ, പരിസരവാസികളുടെ, സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരുടെ അവരുടെ ദീനി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ദാറുൽ ഇഫ്തായിന് നൽകാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാസത്തിലെ ഒരു ബുധനാഴ്ച നമ്മൾ
ആ ഗ്രൂപ്പിൽ രക്ഷിതാക്കളെ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയവരെ അറിയിക്കും, ഇന്ന് ദാറുൽ ഇഫ്താ ഓപ്പൺ ആകും, മഗ്രിബ് മുതൽ ഇശാ വരെ നിങ്ങൾക്ക് വരാം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇവിടെ നിന്ന് ഉസ്താദുമാർ നൽകും. ആ ചോദ്യം ഉസ്താദുമാർ ആ 1-2 ആഴ്ച വിശദമായി പഠിക്കും, പഠിച്ച് എഴുതി വന്ന് അതിവിടെ അവതരിപ്പിക്കും. ആ അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരുന്ന് തന്നെ ആ സംശയത്തിന് നിവാരണം ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഞാൻ ചോദിച്ച ചോദ്യമാണത്, അതിൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടി, ഉപചോദ്യം കൂടി എനിക്കുണ്ട്, അതെനിക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരവും ഉണ്ട്. നാം ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ദാറുൽ ഇഫ്തായിൻ്റെ ഈ ഫത്വ നൽകൽ, ആ നൽകുന്ന ഫത്വകളെ ഒരുമിച്ച് കൂട്ടി ഒരു 100-150 ഫത്വകളാകുമ്പോൾ അതൊരു ബുക്കായി പ്രസിദ്ധീകരിക്കുകയും അത് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യണം. അതും വലിയൊരു സംരംഭമാണ്. ഫത്വ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ചോദ്യങ്ങളാണ്, സാധാരണക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഫത്വകൾ. അപ്പോൾ അതൊരു ഗ്രന്ഥരൂപത്തിലാകുക എന്നുള്ളത് ഓരോ വീട്ടിലെയും ഒരു കൈ പുസ്തകമായി, ഒരു അവലംബ പുസ്തകമായി അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റും. വുളുവും തഹാറത്തും നിസ്കാരവും നോമ്പും കച്ചവടവും വൈവാഹികവും പോലുള്ള എന്തെല്ലാം മേഖലകളിൽ ഓരോരുത്തരും ഇടപെടുന്നുണ്ടോ അതിനെല്ലാമുള്ള നിവാരണം ആ ഗ്രന്ഥത്തിലുണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വീടുകളിൽ അത് വെക്കാനും രാവിലെയും വൈകുന്നേരവും സമയമുണ്ടാകുമ്പോൾ കുടുംബക്കാരെ, ഭാര്യ മക്കളെ ഒരുമിച്ച് കൂട്ടിയിരുത്ത് വായിക്കാനും സാധിക്കും. അങ്ങനെയുള്ള സംരംഭങ്ങൾ വീടുകളിൽ തുടങ്ങണം. അതും നമ്മൾ നൽകുന്ന നിർദ്ദേശമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിറക്കുന്ന ആ പുസ്തകങ്ങൾ വീടുകളിൽ വായിക്കാൻ രാവിലെയും വൈകുന്നേരവും ഒന്നിച്ചിട്ട് 5 ഫത്വ നമുക്ക് വായിക്കാം. അങ്ങനെ നിത്യമായി ഫത്വ വായിക്കുന്ന രീതി വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ചെറിയവർക്കും വലിയവർക്കൊക്കെ ദീനീബോധവും വിജ്ഞാനവും ഉണ്ടാവും, ദീനെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകും. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചെറിയ മക്കൾക്ക് വലത് കൈകൊണ്ട് ഭക്ഷിക്കൽ നിർബന്ധമാണെന്നറിയാത്ത മക്കളായി വളർന്നു വരികയാണ്. എന്തുകൊണ്ട് നീ വലത് കൈകൊണ്ട് കഴിക്കുന്നു? അതാണ് ശീലിച്ചത്, അതുകൊണ്ട് കഴിക്കുന്നു. ഇനി ഇടത് കൈ കൊണ്ടാണല്ലോ ശീലിച്ചെങ്കിൽ അയാൾ ഇടത് കൊണ്ട് ഭക്ഷിക്കും, കുടിക്കും, എടുക്കും. പക്ഷെ വലത് കൈ കൊണ്ട് എടുക്കൽ നിർബന്ധമാണ്, ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കൽ ഹറാമാണ് എന്നറിയാത്ത, പാടില്ലാത്തതാണ് എന്നറിയാത്ത മക്കളാണ് വളർന്നു വരുന്നത്. അതുപോലും അറിയില്ല എങ്കിൽ പിന്നെ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദാറുൽ ഇഫ്താ എന്ന ഈ സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ഭാഗമായി ഫത്വയുമായി ബന്ധപ്പെട്ട് എന്താണ് ഫത്വ, ആരാണ് മുഫ്തി, മുഫ്തി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്, മുസ്തഫ്തി ചോദിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത്, എന്താണ് ഫിഖ് പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു ചെറിയ പഠനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഉദ്ഘാടന പ്രോഗ്രാം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എന്നിൽ അർപ്പിതമായ വിഷയം എന്താണ് ഫത്വ എന്നതിനെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ വിശദീകരിക്കാനാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 കലിമത്തുകളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ അറിവാണ്. 1 അൽ ഫത്വ, 2 അൽ മുഫ്തി, 3 അൽ മുസ്തഫ്തി. ഈ 3 കലിമത്തുകളാണ് ഇതിൻ്റെ റുക്കിനുകൾ. ഇത് 3ഉം ചേർന്നാലാണ് ദാറുൽ ഇഫ്താ ഉണ്ടാകുക. ദാറുൽ ഇഫ്താ എന്ന സംരംഭം വിജയകരമാകണമെങ്കിൽ, ദാറുൽ ഇഫ്താ എന്ന സംരംഭം രൂപപ്പെടണമെങ്കിൽ ഇത് 3ഉം വേണം: ഫത്വ, മുഫ്തി, മുസ്തഫ്തി. ഇത് 3ഉം അടങ്ങിയ ഒരു സംരംഭം ദാറുൽ ഇഫ്താ. അപ്പോൾ എന്താണ് ഫത്വ? ഫത്വ എന്നത് മസ്ദറാണ്. അൽ ഇഫ്താ എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു പ്രയോഗമാണ് ഫത്വ. അഫ്താ യുഫ്തി ഇഫ്താഅൻ, ഫത്വ നൽകുക എന്നാണ് അർത്ഥം. അഫ്ത, ഫത്വ നൽകുക എന്നാണ് അർത്ഥം.
ഫത്വ നൽകുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചോദിച്ചതിന് മറുപടി നൽകുന്നതിനാണ് ഫത്വ നൽകുക എന്ന് പറയുക. ഉദാഹരണത്തിന് അഫ്തൈതു ഫുലാനൻ അം മസ്അലതിഹി, ഒരു വ്യക്തിയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഫത്വ കൊടുത്തു എന്ന് പറഞ്ഞാൽ അജബ്തുഹു, ഞാൻ അവന് മറുപടി കൊടുത്തു എന്നാണ് ഭാഷാപരമായിട്ട് അഫ്ത എന്ന ഫീലിൻ്റെ അർത്ഥം. ഫത്വ എന്നതിൻ്റെ ബഹുവചനം ഫതാവ എന്നാണ്, അല്ലെങ്കിൽ ഫതാവി, രണ്ടും പ്രയോഗിക്കാറുണ്ട്, ഫതാവ. അപ്പോൾ ഭാഷാപരമായി ഇഫ്താ എന്ന് പറഞ്ഞാൽ അൽ ഇബാന അല്ലെങ്കിൽ അൽ ഇഖ്ബാർ, വ്യക്തമാക്കി കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. അൽ ഇബാനത്തു അനിൽ അംർ, ഒരു കാര്യം വ്യക്തമാക്കി കൊടുക്കുക. അല്ലെങ്കിൽ റഫ്ഉൽ ഇഷ്കാലി അൻ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പത്തെ നീക്കുക എന്നതാണ് ഇഫ്താ എന്നതിൻ്റെ അർത്ഥം. അഫ്താ യുഫ്തി ഇഫ്താഅൻ. അപ്പോൾ ദീനീപരമായ കാര്യങ്ങളിൽ സംശയമുണ്ടാകുന്ന ഒരാൾ അയാളുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഒരു പണ്ഡിതനോട് ചോദിക്കുന്നത്. ആ പണ്ഡിതൻ നൽകിയ മറുപടിക്കാണ് നമ്മൾ ഫത്വ എന്ന് പറയുക. അപ്പോൾ ഫത്വക്ക് നമുക്ക് ഇങ്ങനെ നിർവചനം പറയാം: മാ അഫ്താ ബിഹി അൽ ഫഖീഹ്, ഫഖീഹ് ഫത്വ നൽകിയ, മറുപടി നൽകിയ ആ ഉത്തരത്തിനാണ് ഫത്വ എന്ന് പറയുക. ഒരു ഫഖീഹ് ഒരാൾ ചോദിച്ച് നൽകിയ മറുപടിക്കാണ് ഫത്വ എന്ന് പറയുന്നത്. മാ അഫ്താ ബിഹി അൽ ഫഖീഹു. അപ്പോൾ ഫത്വ നൽകുക എന്ന് പറഞ്ഞാൽ, അതായത് ഇഫ്താ എന്ന് പറഞ്ഞാൽ, നമ്മൾ സംരംഭത്തിൻ്റെ പേരെന്താണ്? ദാറുൽ ഇഫ്താ, ഇഫ്താഇൻ്റെ വീട്, ദാറുൽ ഇഫ്താ. അപ്പോൾ ഇഫ്താ നൽകുക എന്ന് പറഞ്ഞാൽ, ഫത്വ നൽകൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അൽ ഇഖ്ബാറു അൻ ഹുക്മിൻ ശർഇയ്യിൻ ലാ അലാ വജ്ഹിൽ ഇൽസാം, ശർഇയ്യായ ഒരു വിധി നിർബന്ധപൂർവമല്ലാതെ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുന്നതിനാണ് ഫത്വ നൽകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ അലാ വജ്ഹിൽ ഇൽസാം, അലാ ഗൈരി വജ്ഹിൽ ഇൽസാം, നിർബന്ധപൂർവമല്ല. ഫത്വയിൽ നിർബന്ധിപ്പിക്കലില്ല. ഫത്വയും ഖലാഉം തമ്മിലുള്ള വ്യത്യാസം, ഖലാ നിർബന്ധിപ്പിക്കും, ഫത്വ നിർബന്ധിപ്പിക്കുകയില്ല. ഒരു വ്യക്തി ഒരു പണ്ഡിതനോട് ഒരു വിഷയത്തിൽ സംശയം ചോദിച്ചാൽ ആ പണ്ഡിതൻ നൽകിയ മറുപടി ആ വ്യക്തി നിർബന്ധമായും സ്വീകരിക്കണമെന്നില്ല. അയാൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേറെ പണ്ഡിതനോട് ചോദിക്കാം. എന്നാൽ ഒരു ഖാലി ഒരു പ്രശ്നത്തിൽ ഖലാ ചെയ്താൽ, വിധി തീർപ്പ് കൽപ്പിച്ചാൽ, ആ ഖലാ നടപ്പിലാക്കൽ നിർബന്ധമാണ്. ഇതാണ് ഖലാഉം ഫത്വയും തമ്മിലുള്ള വ്യത്യാസം. ഫത്വയിൽ നിർബന്ധിപ്പിക്കലില്ല, ഖലായിൽ നിർബന്ധിപ്പിക്കലുണ്ട്. ഒരു ഖാലി ഒരു വ്യക്തി കട്ടു, ആ കട്ട വ്യക്തിയുടെ കൈ കൊത്തണമെന്ന് കേസ് അന്വേഷിച്ചതിന് ശേഷം ഖാലി തീരുമാനിച്ചു കഴിഞ്ഞാൽ കൈകൊത്തൽ നിർബന്ധമാണ്. കാരണം അവൻ കള്ളനാണ്, കൈകൊത്താൻ യോഗ്യനായ കള്ളനാണ്, അതിനുള്ള തെറ്റവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഖാലി സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അവന് കൈവെട്ടണം. ഖാലി നടപ്പിലാക്കിയിട്ടുണ്ട്, ഖാലി കൈവെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ വേണമെങ്കിൽ വെട്ടു, അല്ലെങ്കിൽ വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറ്റൂല, അത് നടപ്പിൽ വരുത്തണം. എന്നാൽ ഫത്വ അങ്ങനെയല്ല, വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ അടുത്ത ആളോട് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫത്വ നൽകുന്ന ആൾക്കാണ് മുഫ്തി എന്ന് പറയുക. മുഫ്തി എന്ന് പറഞ്ഞാൽ ഫത്വ നൽകുന്ന ആൾ, ഒരു കാര്യം അറിയിച്ചു കൊടുക്കുന്ന ആൾ ആണ് മുഫ്തി. അൽ മുഫ്തി എന്ന് പറഞ്ഞാൽ ഹുവ അൽ മുഖ്ബിറു ബിൽ ഹുക്മി ശർഈ ലിൽ വാഖിഅതി അൽ മസ്ഊലു അൻഹു. ചോദിക്കപ്പെടുന്ന, നിലവിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ശർഈയായ ഹുക്മ് അറിയിച്ചു കൊടുക്കുന്ന വ്യക്തിക്കാണ് മുഫ്തി എന്ന് പറയുക. മുഫ്തിയാന്ന് പറഞ്ഞാൽ ദീനീപരമായ ഒരു കാര്യങ്ങൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് പ്രമാണബദ്ധമായി മറുപടി പറയുന്ന, അതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്കാണ് മുഫ്തി എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ മുഫ്തി എന്നതിന് ഒരു പൊതു നിർവചനം നൽകിയിട്ടുണ്ട്. ഒരു രാഷ്ട്രം ദീനീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് പറയുന്ന പേരാണ് മുഫ്തി എന്ന്.
ഒരു രാഷ്ട്രം നിശ്ചയിക്കുകയാണ്, ഇന്ന ആളെ ശമ്പളം കൊടുത്ത് നിശ്ചയിക്കുകയാണ്. സൗദി അറേബ്യയിലൊക്കെ കാണാം ഒരുപാട് മുഫ്തിമാർ രാഷ്ട്രം ഏൽപ്പിക്കുന്നതാണ്, ശമ്പളം ഉണ്ടാവും. സാധാരണക്കാർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ഫത്വ ബോർഡിൻ്റെ അടുക്കൽ പോവുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം. സാലിഹ സുഹൈമി ഹഫിളഹുല്ല, അദ്ദേഹം മദീനയിലെ മുഫ്തിയാണ്, മുഫ്തി മദീന. മദീനയിലുള്ളവർക്ക് ചോദിക്കാനുള്ള ഒരു പണ്ഡിതനാണ്, മുഫ്തിയാണ് സാലിഹ സുഹൈമി ഹഫിളഹുല്ല. നമ്മൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു കഴിഞ്ഞ യാത്രയിൽ. അദ്ദേഹത്തെ കണ്ട് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് സംസാരിച്ചു, സ്ഥാപനത്തിൻ്റെ ലെറ്റർ പേഡ് കൊടുത്തു. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2-3 ഫോണുണ്ട്, കിതാബുകളുണ്ട്. നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞ് പോയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കയറാൻ അനുവാദം കിട്ടി. നിരന്തരമായ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫോൺ വരും, ഈ ഫോണ് ഉത്തരം പറഞ്ഞ് വെക്കുമ്പോഴേക്ക് അടുത്ത ഫോൺ വരും, ഫോൺ എടുക്കും. അങ്ങനെ നിരന്തരമായി ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിശ്ചയിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു രാഷ്ട്രം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു വ്യക്തിയെ നിശ്ചയിക്കുന്നു. ആ നിശ്ചയിക്കപ്പെടുന്ന വ്യക്തിക്കാണ് മുഫ്തി എന്ന് പറയുക എന്ന് പൊതുവായിട്ട് ചില പണ്ഡിതന്മാർ മുഫ്തി എന്ന വാക്കിന് നിർവചനം നൽകിയിട്ടുണ്ട്. മുസ്തഫ്തി എന്ന് പറഞ്ഞാൽ ഫത്വ ചോദിക്കുന്ന വ്യക്തിക്കാണ് മുസ്തഫ്തി എന്ന് പറയുക. ഫത്വ ആവശ്യപ്പെടുന്ന വ്യക്തി ഇസ്തഫ്ത. ബാബുൽ ഇസ്തിഫ്ആലിൻ്റെ പ്രത്യേകത എന്താണ്? ത്വലബാണ്, അല്ലേ? ആവശ്യപ്പെടുക. അപ്പോൾ ഫത്വ ചോദിക്കുന്ന ആൾ മുസ്തഫ്തി, ഫത്വ കൊടുക്കുന്ന ആൾ മുഫ്തി, ഫത്വ ചോദിക്കുന്ന ആൾ മുസ്തഫ്തി, നൽകപ്പെടുന്ന മറുപടിക്ക് ഫത്വ എന്നിങ്ങനെയാണ് പറയുക. പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആദാബുൽ മുഫ്തി വൽ മുസ്തഫ്തി, ഷുറൂത്തുൽ മുഫ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മുഫ്തി പാലിക്കേണ്ട നിബന്ധനകൾ, ആരാണ് മുഫ്തിയാവുക, എപ്പോഴാണ് ഒരാൾ മുഫ്തിയാകുക, അതുപോലെ തന്നെ ചോദിക്കുന്ന വ്യക്തി, സാധാരണക്കാർ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദാബുകൾ, എങ്ങനെ ചോദിക്കണം, ഇനി ചോദിക്കപ്പെട്ട ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണം, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫത്വ എന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ മറ്റൊരാൾക്ക് ബയാൻ ചെയ്ത് കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഫത്വ എന്നത് തെളിവല്ല, ഫത്വക്ക് തെളിവ് വേണം. അൽ ഫത്വ യുസ്തദല്ലു ലഹു ലാ യുസ്തദല്ലു ബിഹി എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഫത്വക്ക് തെളിവ് വേണം, ഫത്വ ഒരു തെളിവല്ല. ചിലർ ഫത്വ തെളിവാക്കും. എന്താ ഇതിന് തെളിവ്? ഇന്നാൾ പറഞ്ഞ ഫത്വയാണ്. നോ, ഫത്വ തെളിവല്ല. ഇൻഷാ അല്ലാഹ് അൻസാർ ഉസ്താദ് ഒരു മുഫ്തി, ഒരു മുജ്തഹിദ് കൈകാര്യം ചെയ്യുന്ന അദില്ലത്തുകൾ എന്തൊക്കെയാണെന്നുള്ള വിഷയം വിശദമായി സംസാരിക്കും. നമ്മൾ ദലീലുകൾ എന്തൊക്കെയാണ്, മുത്തഫഖുൻ അലൈഹിയായ 4 ദലീലുകളും മുഖ്തലഫുൻ ഫീഹിയായ 7 ദലീലുകളും, അതിൽ അടിസ്ഥാനപരമായും ഒരു മുഫ്തി കൈകാര്യം ചെയ്യുന്ന ദലീലുകൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ ചെറിയ രീതിയിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദീകരിക്കും. ഫത്വ ഒരിക്കലും എന്തല്ല, തെളിവല്ല. ഒരാൾ ഫത്വ പറയുകയാണെങ്കിൽ ആ ഫത്വക്ക് അയാൾക്ക് തെളിവ് വേണം. ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫത്വ നൽകിയത്, ഏത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫത്വ നൽകിയത്, ഏത് ഖായിദയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഫത്വ നൽകിയത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഫത്വയുടെ ദലീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫത്വ നൽകേണ്ടത്. അതേപോലെ തന്നെ ഫത്വ എന്നുള്ളത് ഒരു മുജ്തഹിദിൻ്റെ, ഒരു പണ്ഡിതൻ്റെ സന്ദർഭവും സാഹചര്യവും പരിഗണിച്ചുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ്, ഒരു ഇജ്തിഹാദാണ്. ഒരു ചോദ്യത്തിന് ഫിക്സഡായ ഒരു മറുപടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫത്വ 2 രീതിയിലാണ്. ഒന്ന് ആമായ ഫത്വ, ഫത്വ ആമ്മ. 2 ഫത്വ ഖാസ. ഫത്വ ആമ്മ എന്ന് പറഞ്ഞാൽ എക്കാലത്തും സൂട്ടാകുന്ന, ഏത് വ്യക്തിയോടും പറയാൻ പറ്റുന്ന മറുപടി. ചിലപ്പോൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഫത്വയായിരിക്കും, ഇന്നും ആ ഫത്വ നമുക്ക് സൂട്ടാകും, നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഫത്വക്കാണ് ഫത്വ ആമ്മ എന്ന് പറയുക, ഏത് കാലഘട്ടത്തിനും സൂട്ടാകുന്ന ഫത്വ. രണ്ടാമത്തത് ഫത്വ ഖാസ, പ്രത്യേകമായ ഫത്വ എന്ന് പറഞ്ഞാൽ
അത് ചിലപ്പോൾ കേരളക്കാർക്ക് നൽകിയ ഫത്വ മംഗലൂർക്കാർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഇന്ത്യക്കാർക്ക് നൽകിയ ഫത്വ ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാൻ നൽകിയ പറ്റില്ല. സൗദി അറേബ്യയിൽ നൽകിയ ഫത്വ ചിലപ്പോൾ ഇന്ത്യയിൽ പറ്റിക്കൊള്ളണമെന്നില്ല. അത് ആ നാടിനെ പരിഗണിച്ച് നാട്ടുകാരെ പരിഗണിച്ച് നൽകിയ ഫത്വയായിരിക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഫത്വ മാറിക്കൊണ്ടിരിക്കും. അൽ ഫത്വ തഖ്തലിഫു ബിഖ്തിലാഫിൽ അഷ്ഖാസ്. വ്യക്തികൾ മാറുന്നതനുസരിച്ചിട്ട് ഫത്വ മാറും. വൽ അസ്മിന, കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ഫത്വ മാറും. വൽ അംകിന, സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ഫത്വ മാറും. വൽ അഹ്വാൽ, അവസ്ഥകൾ മാറുന്നതനുസരിച്ചിട്ട് ഫത്വ മാറും. ഒരേ ചോദ്യം ചോദിച്ച രണ്ട് വ്യക്തിക്ക് ചിലപ്പോൾ രണ്ട് ഉത്തരമായിരിക്കും. കാരണം രണ്ടു പേർക്കും ആവശ്യമായതെന്തോ അത് അറിയുന്ന ആളായിരിക്കും ഈ പണ്ഡിതൻ. ആ വ്യക്തിക്ക് ആവശ്യമായ മറുപടി കൊടുക്കുക. ചിലരോട് വിശദമായി പറയേണ്ടി വരും, ചിലരോട് ഷോർട്ടായിട്ട് പറയേണ്ടി വരും, ചിലരോട് പാടില്ല എന്ന് പറയേണ്ടി വരും, ചിലരോട് പാടുണ്ട് എന്ന് പറയേണ്ടി വരും. അതൊക്കെ സ്ഥലകാല സാഹചര്യങ്ങളെ പരിഗണിച്ചിട്ട് ആ പണ്ഡിതൻ തീരുമാനമെടുക്കേണ്ടതാണ്. ഉസൂലി പണ്ഡിതന്മാർ പൊതുവെ ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസുണ്ട്. പല പണ്ഡിതന്മാരും ഹദീസിൻ്റെ സനദിൽ ലാഫുണ്ട് എന്ന് വിശേഷിപ്പിച്ചെങ്കിലും ഉസൂലികൾ ഫത്വ എന്ത് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വൃദ്ധനായ വ്യക്തി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, നോമ്പുകാരൻ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. കുറച്ച് സമയത്തിന് ശേഷം മറ്റൊരു വ്യക്തി കയറി വന്നു, ഒരു ചെറുപ്പക്കാരൻ. ആ വ്യക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകരെ, ഭാര്യയെ ചുംബിച്ചാൽ നോമ്പുകാരൻ്റെ നോമ്പ് മുറിയുമോ? റസൂൽ പറഞ്ഞു, ആ മുറിയും. അപ്പോൾ സഹാബാക്കൾ റസൂലുള്ളാഹിനെ തുറിച്ചു നോക്കി, എന്താ ഒരു ചോദ്യത്തിന് രണ്ട് മറുപടി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നത് രണ്ടു പേർക്ക് രണ്ട് ഫത്വ കൊടുത്തത് കൊണ്ടാണോ? ആദ്യം വന്നയാൾ വൃദ്ധനാണ്, അയാൾ ഭാര്യയെ ചുംബിച്ചാൽ അവിടെ ഉണ്ടാവുള്ളൂ, ചുംബനത്തിന് അപ്പുറത്തേക്ക് പോകൂല. രണ്ടാമത് വന്ന ആൾ ചെറുപ്പക്കാരനാണ്, ഓനക്ക് ചുംബിക്കാൻ അനുവാദം കൊടുത്താൽ അത് പരിധി വിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വ്യക്തികളെ പരിഗണിച്ചിട്ട് മറുപടി മാറിയതാണ്. ഇതാണ് ഫത്വ. അത് ആളെ പരിഗണിച്ച്, വ്യക്തികളെ പരിഗണിച്ച്, സാഹചര്യങ്ങൾ പരിഗണിച്ച് അത് മാറും. പണ്ഡിതന്മാരുടെ അഭിപ്രായ ഭിന്നതകളെ മുഫ്തികൾ വ്യക്തികളെ പരിഗണിച്ച് ഫത്വ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു മസലയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസത്തെ വ്യക്തികളുടെ സാഹചര്യങ്ങൾ, അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് ഫത്വ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഒന്ന് റാജിഹും ഒന്ന് മർജൂഹുമായിരിക്കും, എന്നാൽ ആ വ്യക്തിയെ പരിഗണിച്ച് ചിലപ്പോൾ ഫത്വ കൊടുക്കും. നമ്മൾ ഉസ്താദ് പറയാറുണ്ട്, ഒരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വന്നു ഫത്വ ചോദിക്കാൻ. ആ വ്യക്തി പറയാണ്, ഉസ്താദെ, ഞാൻ എൻ്റെ ഭാര്യയെ 3 തലാക്കും ഒറ്റ മജ്ലിസിൽ ചൊല്ലി, ഒറ്റ മജ്ലിസിൽ 3 തലാക്കും ചൊല്ലി, തലാക്ക് സംഭവിക്കുമോ? നമ്മൾ ഉസ്താദ് പറയാണ്, നാളെ വാന്ന് പറയണ വ്യക്തിയോട്. ആ വ്യക്തിയെ സംബന്ധിച്ച് പഠിക്കണം. ആ വ്യക്തിയെ സംബന്ധിച്ച് പഠിച്ചിട്ട് ആ വ്യക്തി തലാക്ക് സംഭവിച്ചതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് സാഹചര്യത്തിൽ ചെല്ലിപ്പോയതാണ്, നല്ല കുടുംബമാണ്, ഭാര്യ മക്കളൊക്കെ ഉള്ള ആളാണ്, സാഹചര്യത്തിൽ ദേഷ്യം പിടിച്ചപ്പോൾ ചെല്ലിപ്പോയതാണ് എങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ കൊടുക്കേണ്ട ഫത്വ ഒന്നാണ്. എന്നാൽ നിർബന്ധമായും തലാക്ക് സംഭവിക്കേണ്ട ഒരു കുടുംബമാണ്. ആ കുടുംബം, ഇയാൾ കള്ളുടിയനാണ്, കുടുംബം നോക്കാത്ത ഒരാളാണ്, അയാൾ കോപിഷ്ടനായിക്കൊണ്ട് ദേഷ്യം പിടിച്ചപ്പോൾ ഭാര്യയ്ക്ക് തലാക്ക് ചൊല്ലി, തലാക്ക് ചെല്ലാൻ എല്ലാവരും ആഗ്രഹിച്ച ആളാണ് എന്ന അവസരത്തിലാണ് എങ്കിൽ ആ വ്യക്തി കൊടുക്കേണ്ട ഫത്വ മറ്റൊന്നാകണം. അവിടെ മുത്തലാക്ക് സംഭവിക്കുമോ ഇല്ലയോ എന്ന ഫുഖഹാക്കളെ ഇഖ്തിലാഫിന് ഉപയോഗപ്പെടുത്തണമെന്ന്. 4 മദ്ഹബിലെ പണ്ഡിതന്മാരും പറയുന്നത് ഒരു മജ്ലിസിൽ 3 തലാക്കും ഒന്നിച്ച് ചൊല്ലിയാൽ തലാക്ക് സംഭവിക്കുമെന്നാണ്. എന്നാൽ മുഹക്കിക്കുകളായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഒരു സദസ്സിൽ വെച്ചിട്ട് എത്ര പ്രാവശ്യം നീ അന്തി താലിക്കുൻ അന്തി താലിക്കുൻ അന്തി താലിക്കുൻ എന്ന് പറഞ്ഞാലും ഒറ്റ തലാക്കേ സംഭവിക്കുള്ളൂ. അപ്പോൾ പണ്ഡിതന്മാരുടെ ഖിലാഫുള്ള ഒരു മസലയാണിത്. അപ്പോൾ ഈ ഖിലാഫിനെ വ്യക്തികൾക്ക് ഫത്വ കൊടുക്കുന്ന വിഷയത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന്. അപ്പോൾ നമ്മൾ വകയാകുന്നില്ല, സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ട് ഈ വിഷയത്തിൽ ഇന്ന പണ്ഡിതന്മാർ
നൽകിയ ഫത്വയാണ് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ട അഭിപ്രായമാണ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ട്, അതുകൊണ്ട് നിങ്ങളിങ്ങനെ അമൽ ചെയ്യുമെന്ന് പറയാം. അതുപോലെ തന്നെ ചോദിക്കാൻ വരുന്ന ആളെ പരിഗണിച്ചുകൊണ്ടുമാകണം ഫത്വ. ഒരു സാധാരണക്കാരൻ, ഒരാൾ ഒരു കൃഷിക്കാരനാണ്, വളരെ സാധാരണക്കാരനായ വ്യക്തിയാണ്, ദൈനംദിന കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ദീനിൻ്റെ ഒരു മസ്തല അറിയണം. അയാൾ ചോദിക്കാൻ വേണ്ടി വന്ന അയാൾ ചോദിക്കുകയാണ്, ഉസ്താദെ എവിടെയാണ് കൈകെട്ടേണ്ടത് നിസ്കാരത്തിൽ? അദ്ദേഹത്തോട് പറയേണ്ടത് നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് നെഞ്ചിൻ്റെ അരികിലാണ്, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ മേലെ, നെഞ്ചിൻ്റെ അരികിലാണ് കൈകെട്ടേണ്ടത്. അതാണ് സുന്നത്തായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ബസ് അയാൾക്കുള്ള മറുപടിയായി. എന്നാൽ ഒരു താലിബുൽ ഇൽമാണ് ചോദിക്കാൻ വരുന്നത്, ഉസ്താദെ എവിടെയാണ് നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത്? നെഞ്ചിൻ്റെ അരികിലാണ് കൈകെട്ടേണ്ടത്. അബൂദാവൂദ് ധരിച്ച ഇന്ന ഹദീസുണ്ട്. അതിൽ താവൂസ് പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകെട്ടിയപ്പോൾ വലത് കൈ ഇടത് കൈയുടെ മേലെ വെച്ചു, അത് നെഞ്ചിൻ്റെ അരികിൽ വെച്ചു, അലാ സ്വദിരിഹി. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹിയാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിന് ബലം നൽകുന്ന ഒരുപാട് റിവായത്തുകൾ വേറെയുണ്ട്. ഇതെല്ലാം ഈ ഹദീസ് നെഞ്ചിൻ്റെ അരികിലാണ് കൈകെട്ടേണ്ടത് എന്നതിൻ്റെ തെളിവാണ് എന്ന് പറയാം. അപ്പം ഫത്വയും കൊടുത്തു, ഇന്നതാണ് ദലീൽ എന്നും പറഞ്ഞു. എന്നാൽ ഒരു താലിബുൽ ഇൽമ്, നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള, ഗവേഷണം ചെയ്യാൻ കഴിവുള്ള, അതിലത്തുകളൊക്കെ താരതമ്യം ചെയ്ത് പഠിക്കാൻ, തർജീഹ് ചെയ്യാൻ, ഉസൂൽ ഫിഖ് മറ്റൊക്കെ പഠിച്ച യോഗ്യരായ ഒരാൾ വന്നിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം, നെഞ്ചിൽ നിസ്കാരത്തിൽ എവിടെയാണ് കൈകെട്ടേണ്ടത് ചോദിച്ചാൽ അദ്ദേഹത്തോട് ചർച്ച ചെയ്യണം. ഹദീസിൻ്റെ ബലാബലം പരിശോധിക്കണം. ഇന്നതിൽ ഇന്ന റാവിയുണ്ട്, ഇന്ന് സനദിൽ ഇന്ന റാവിയുണ്ട്, ഇന്ന സനദ് ലൈഫാണ്, ഇതിൻ്റെ മജ്മൂ തുറുക്ക് ഹസൻ ലിഗ എരിഹിയാകും പോലുള്ള ചർച്ചകളിലേക്ക് അദ്ദേഹത്തെ ഏർപ്പെടാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ആളെ പരിഗണിച്ചു കൊണ്ടാവണം നമ്മുടെ സംസാരം. ആദ്യം വന്ന ആ കൂലിപ്പണിക്കാരനായ ആളോട് അവിടെ ഇരിക്കുക, നെഞ്ചിൻ്റെ മുകളിൽ കൈകെട്ടണം, നെഞ്ചിൻ്റെ അരികിലാണ് കൈകെട്ടേണ്ടത്, അതിന് തെളിവ് ഇന്നതാണ്, ഇന്ന റാവി ഉദ്ദേശിച്ചു, ഇന്ന റാവി ഇന്ന ആളുണ്ട്, ഇന്നതിൽ ഇന്ന ആളുണ്ട്, ഈ സ്ഥാനത്തൊക്കെ വരുമ്പോൾ ഹസനുൽ ഗൈരിഹിയാകും. ഷെയ്ഖ് അൽബാനി ഇതിനെ ഹസനുൽ ഗൈരിയാക്കിയിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി അല സദർ അർത്ഥത്തിന് ഇന്ദ സദർ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അല സദർ എന്ന ഇമാം നബവി ശർഹുൽ മുസ്ലിം വിശദീകരിച്ചിട്ടുണ്ട്. അത് തന്നെ തുഹ്ഫത്തുൽ ഹവദിൽ മുബാറക് പൂരിയും പറഞ്ഞിട്ടുണ്ട്. അൽ മബൂദി ആബാദിക്ക് ഇതേ അഭിപ്രായമാണ്, നബിൽ ഷൗക്കാനിക്കും ഇതേ അഭിപ്രായമാണ്. ഇത് ആവശ്യമുണ്ടോ? സാധാരണക്കാരനോട് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് അമൽ ചെയ്യാനുള്ള വിഷയം മാത്രം കൊടുക്കുക. എന്താ പറയേണ്ടത്? നെഞ്ചിൻ്റെ അരികിലാണ് കൈകെട്ടേണ്ടത്. ബസ് കഴിഞ്ഞു. എന്നാൽ ചില ആൾക്കാർ എങ്ങനെയാണ്, ഒരഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം പറയാം, എന്താണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായം? ഈ വിഷയത്തിൽ ഇന്ന ഹദീസുകളുണ്ട്, ഈ ഹദീസെല്ലാം ഈ മസലക്ക് ഇന്ന ഹുക്കുമാണ് നൽകുന്നത്. ഇത് ഫത്ഹുൽ ബാരിയിൽ ഹാഫിൽ ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. തത്തുല്യമായ അഭിപ്രായം ഇതിനു മുമ്പ് ഇമാം നവവി ശറഹ് മുസ്ലിമിലും പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫത്തുൽ ഹവദി വായിച്ചപ്പോൾ മുബാറക് പൂരി പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് കുറച്ചും കൂടെ നല്ല അഭിപ്രായമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ മുബാറക് പൂരിയോട് ആബാദി അവുൽ മഹബൂദിൽ യോജിക്കുന്നില്ല. എന്നാൽ ഷൗക്കാനി ഇവർ രണ്ടിനെയും ജമ്മു ചെയ്തുകൊണ്ട് പറഞ്ഞ അഭിപ്രായം എനിക്ക് വളരെ നന്നായി തോന്നിയെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ മുബാറക് പൂരിയുടെ അഭിപ്രായത്തോടാണ് എനിക്ക് ചായവുള്ളത്. ഷാഫി മദ്ഹബുകാരായ പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ നല്ല ന്യായമുണ്ട്. മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഇമാം അഹമ്മദ് ഇത് ഏതും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ-അംറു ഫീഹി വാസി എന്നാണ് അതിൻ്റെ അഭിപ്രായം. അവസാനം ചോദ്യാർത്ഥം വയ്ക്കും, ഞാനിപ്പോൾ എന്തും ചെയ്യണ്ടേ? അപ്പം പറയും നെഞ്ചിൻ്റെ അരികിൽ കെട്ടുക. അതാദ്യം പറഞ്ഞാൽ പോരെ? ഇത്രയും വിശദീകരിക്കണം. അപ്പോൾ ഞാൻ ഭയങ്കര കിതാബ് വായിച്ച ആളാണ്, ഈ ദലീലൊക്കെ എനിക്കറിയാം, ഇതൊക്കെ സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ വ്യക്തികളെ പരിഗണിച്ചിട്ട്, ചോദ്യം ചോദിക്കുന്ന ആളെ പരിഗണിച്ചിട്ട്, അല്ലെ മരിച്ച വീട്ടിൽ പോയിട്ട് സംസാരിക്കേണ്ട സംസാരമാണോ കല്യാണപ്പുരക്ക് സംസാരിക്കേണ്ടത്? രണ്ടാണ്. അല്ലെ മരിച്ച വീട്ടിൽ ദുഃഖമാണ്, കല്യാണപ്പുരക്ക് സന്തോഷമാണ്. അപ്പം രണ്ടുപേരോടും രണ്ട് രീതിയിലാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അവസ്ഥകളെ മനസ്സിലാക്കാൻ, ചോദിച്ച ആളുടെ അവസ്ഥ എന്ത്, അയാൾക്ക് ഏറ്റവും ഉചിതമെന്ത്, അയാളോട് ഇന്ന ഫത്വ കൊടുത്താൽ അത് മറ്റൊന്നിലേക്ക് എത്തിക്കുമോ, അതുകൊണ്ട് അയാൾക്ക് ഇന്നത് കൊടുക്കാം എന്നതൊക്കെ നല്ല ധാരണ ഫത്വ കൊടുക്കുന്ന ആൾക്കുണ്ടാകണം. ഫത്വ കൊടുക്കുന്ന ആൾ ഇത് അള്ളാഹിൻ്റെ ദീനാണ് എന്ന് ആ വ്യക്തിക്ക് അനുവാദം കൊടുക്കുകയും ചെയ്യുകയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞത്, ഫഇന്നൽ മുഫ്തിയ മുവക്കിഉൻ അനില്ലാ. ഫത്വ കൊടുക്കുന്ന വ്യക്തി
അള്ളാഹുവിൽ നിന്നും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ്. ഇത് ദീനാണ് എന്ന് ഞാൻ ഒപ്പിട്ട് തന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഹവ പറയാൻ പാടില്ല, തോന്നിയതുപോലെ പറയാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ചാവണം ഫത്വ കൊടുക്കുന്ന ആൾ ദീൻ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മുഫ്തി ഹുവ അൽ മുബല്ലിഗു അനില്ലാഹി തആല. മുഫ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും അള്ളാഹിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. വൽ വാസിതത്തു ബൈനല്ലാഹി വ ഖൽഖിഹി, അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ സൃഷ്ടികളുടെയും ഇടയിലുള്ള ഇടയാളനാണ്. അള്ളാഹിൻ്റെ ദീൻ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുന്ന അല്ല ഇടയിൽ നിൽക്കുന്ന ആളാണ് മുഫ്തി. ഫി ബയാനിൽ ഹലാൽ വൽ ഹറാം, ഹലാൽ ഹറാമുകൾ ബയാൻ ചെയ്ത് കൊടുക്കുന്ന വിഷയത്തിൽ. ലിമൻ ഇസ്തഫ്താഹു, അവനോട് ചോദിച്ച ആൾക്ക്, ഹലാലും ഹറാമും ചോദിച്ച ആൾക്ക് ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ അള്ളാഹിൻ്റെയും ആ സൃഷ്ടിയുടെയും ഇടയിൽ നിൽക്കുന്ന ഇടയാളനാണ്, വാസിത്താണ് ഒരു മുഫ്തി എന്ന്. വ മഖാമുഹു അലീം, അവൻ്റെ സ്ഥാനം വമ്പിച്ചതാണ്, വലിയ സ്ഥാനത്തിന് അർഹനാണ് ഒരു മുഫ്തി. ഖുസൂസൻ ഫീമ യതഅല്ലഖു ബിസ്സദ്ഇ ബിൽ ഹഖ്, പ്രത്യേകിച്ച് സത്യം തുറന്നു പറയുന്ന വിഷയത്തിൽ. വ ബയാനിൽ ഹലാൽ വൽ ഹറാം ഫിൽ മസായിലില്ലത്തി തഹ്താജുഹ അൽ ഉമ്മ, ഉമ്മത്തിന് ആവശ്യമായി വരുന്ന ഹലാൽ ഹറാമുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പ്രത്യേകിച്ചും അവൻ അള്ളാഹുവിൻ്റെയും അവൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള വാസിത്താണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മഖാമ് അലീമാണ്, വമ്പിച്ചതാണ് എന്ന്. പ്രത്യേകിച്ചും ഒരുപാട് ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന വിഷയത്തിൽ, ഫിത്നയിലകപ്പെട്ടു പോകുന്ന വിഷയത്തിൽ സാധാരണക്കാർക്ക് ശരിയായ വഴി പറഞ്ഞു കൊടുക്കണം. സാധാരണക്കാർ ഫിത്നയിലാകുമെന്ന് പേടിയുള്ള വിഷയങ്ങൾ സാധാരണക്കാരോട് സംസാരിക്കാൻ പാടില്ല. ഉസൂലുൽ ഹദീസിൽ ഒരു കായികയുണ്ട്, സ്വഹീഹായ എല്ലാ ഹദീസും സാധാരണക്കാരോട് പറയാൻ പാടില്ല എന്ന്. ഒരു കായികയാണ്, സ്വഹീഹായ എല്ലാ ഹദീസും സാധാരണക്കാരോട് പറയാൻ പാടില്ല. ഈ കായിക വിശദീകരിച്ചിട്ട് ചില പണ്ഡിതന്മാർ നൽകിയ ചില ഉദാഹരണങ്ങളിൽ ഒന്ന്, ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് റളിയല്ലാഹു തആല അൻഹു നൽകിയ ഒരു ഫത്വയെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് അനസ് റളിയല്ലാഹു അൻഹു ആ ഫത്വ നൽകാൻ പാടില്ലായിരുന്നു എന്ന്. നൽകിയ ഫത്വ എന്താണ്? ഫത്വയല്ല, ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്വാൻ ഉരൈന ഗോത്രക്കാരെ കൊന്ന സംഭവം. കുറച്ച് ആൾക്കാർ മദീനയിൽ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇസ്ലാം സ്വീകരിക്കണം, മുസ്ലിം ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിം ചമഞ്ഞുകൊണ്ട് മദീനയിലേക്ക് വരികയും നമുക്ക് വയറുവേദന എടുക്കുന്നത്, മദീനയിൽ വന്നിട്ട് ഭയങ്കര വയറുവേദന. അപ്പോൾ റസൂല പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തോ, ഒട്ടകത്തിൻ്റെ മൂത്രവും ഒട്ടകത്തിൻ്റെ പാലും കുടിച്ചോ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഒട്ടകത്തിൻ്റെ മൂത്രം ഷിഫയാണ്, ഒട്ടകത്തിൻ്റെ പാലും കുടിക്കാൻ വേണ്ടി പറഞ്ഞു. പണ്ഡിതന്മാർ ഭക്ഷണം കഴിക്കുന്ന ജീവിയുടെ, ഇറച്ചി മാംസം കഴിക്കുന്ന ജീവിയുടെ കാഷ്ടവും മൂത്രവും നജിസല്ല എന്ന് പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഒരു തെളിവും കൂടിയാണ് ഈ ഹദീസ്. അങ്ങനെ അവർ ഒട്ടകത്തിൻ്റെ ആൾക്കാരടുക്കിലേക്ക് പോയി, ഒട്ടകത്തെ പോറ്റുന്ന ആൾക്കാരടുക്കിലേക്ക് പോയിട്ട് അവരെ കൊന്നിട്ട് ഒട്ടകമെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി, കൊള്ളയടിച്ചു. ഇത് റസൂലുള്ളാഹിക്ക് വിവരം കിട്ടി. റസൂലുള്ളാഹി സഹാബത്ത് പറഞ്ഞയച്ചു, ഉടനെ അവരെ പിന്നാലെ കൂടണം. എവിടെയാണോ കിട്ടുന്നത് അവിടെ ചില പിടികൂടുകയും അവരെ കണ്ണ് ചുയ്തെടുത്ത് മരുഭൂമിയിൽ കൊന്നുകളയണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ശിക്ഷ നടപ്പാക്കി. വഞ്ചിച്ചിട്ട് പോയതാണ്. ഈ ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറഞ്ഞു. അപ്പോൾ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ഹദീസ് ഹജ്ജാജിനോട് പറയാൻ പാടില്ലായിരുന്നു. ഹജ്ജാജ് കൊലയാളിയാണ്, ക്രൂരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലേ എനിക്കും നടപ്പാക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും, അവൻ്റെ ക്രൂരതയ്ക്ക് ഈ ഹദീസ് തെളിവാക്കും അല്ലേ. ഹജ്ജാജ് യൂസുഫിൻ്റെ ഒരു വാചകം ഫേമസ് ആണ്, ഇന്നി ലഅറാ റൂസൻ ഖദ് ഐനഅത് വഹാന ഖിതാഫുഹാ വഇന്നി ലസാഹിബുഹാ. ചില തലകൾ ഇങ്ങനെ സദസ്സിൽ നിന്നിട്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തിന് എതിരാകുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞതാണ്. ഈ കൂട്ടത്തിൽ കുറച്ച് തലകൾ ഞാൻ കാണുന്നുണ്ട്, അത് പാകമായിട്ടുണ്ട്, അത് ഞാൻ മുറിച്ച് കളയും, കൊന്നുകളയുന്നു. സദസ്സിലുള്ള അദ്ദേഹത്തിനെതിരായ ആൾക്കാരെ കുറിച്ച് പറഞ്ഞതാണ്, സാഹിത്യത്തിൽ പറഞ്ഞതാണ്. ഇന്നി ലഅറാ റൂസൻ ഖദ് ഐനഅത്, പാകമായ ചില തലകൾ ഞാൻ കാണുന്നുണ്ട്. വഹാന ഖിതാഫുഹ, അത് കൊയ്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. വഇന്നി ലസാഹിബുഹ, ഞാൻ തന്നെ അത് കൊയ്തെടുക്കുന്നു, അത് കൊന്നുകളയുന്നു. അങ്ങനെ പറഞ്ഞ ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അദ്ദേഹത്തോട് റസൂലുള്ളാഹിന്റെ ഈ ഹദീസ് പറഞ്ഞു കൊടുത്താൽ തെളിവാക്കിയെടുക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വഹീഹായ എല്ലാ ഹദീസും സാധാരണക്കാരോട് പറയരുത്. അപ്പോൾ അവർക്ക് വേണ്ടതേ അവരോട് പറയാൻ പാടുള്ളൂ.
അതവർ ദുരുപയോഗം ചെയ്യും. പണ്ഡിതന്മാരെ പോലെ ഇൽമുള്ള കാഴ്ചപ്പാടുള്ള നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരായിക്കൊള്ളുന്നില്ല സാധാരണക്കാർ. ചെറിയൊരു വാതിൽ തുറന്നു കൊടുത്താൽ അത് പിടിച്ചവർ അവരെല്ലാം ഹലാലാക്കും, എല്ലാ വഴികളും തുറന്നു കയറിപ്പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടതേ പറയാവൂ, അവരുടെ അവസ്ഥകൾ പരിഗണിച്ചേ സംസാരിക്കാവൂ. ദീനല്ലേ, പറയേണ്ടതല്ലേ, ഹക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞാൽ അത് ഫിത്നയിലേക്കാണ് കൊണ്ടെത്തിക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാകണം ഒരു മുഫ്തി. ഒരു ഫത്വ പറയുമ്പോൾ, ദീൻ പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാകണം സംസാരിക്കേണ്ടത് എന്ന്. ഇതാണ് ഫത്വയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ചുരുക്കി എനിക്ക് വിശദീകരിക്കാനുള്ളത്. ഫത്വ എന്നുള്ള പ്രയോഗം, ഇഫ്താ, ഫത്വ നൽകൽ, ഇതൊക്കെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്ന പ്രയോഗങ്ങളാണ്. ഖുർആനിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് എന്ന് വന്നിട്ടുണ്ട് ഇസ്തഫ്ത എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല യസ്തഫ്തൂനക ഫിൻ നിസാ ഖുലില്ലാഹു യുഫ്തീകും ഫീഹിൻ. അങ്ങനെ കുറേ പ്രയോഗങ്ങൾ ഫത്വ എന്ന പ്രയോഗത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് അള്ള പ്രയോഗിച്ച പ്രയോഗം ഇസ്തഫ്ത എന്നാണ്. അവർ ഫത്വ ചോദിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. സൂറത്ത് യൂസുഫിൽ യൂസുഫു അയ്യുഹ സിദ്ദീഖു അഫ്തിന, നീ നമുക്ക് ഫത്വ നൽക്, ഫി സബ്ഇ ബഖറാത്തിൻ സിമാൻ യകുലുഹുന്ന സബ്ഉൻ ഇജാഫ് എന്ന് പറയുന്ന നമുക്ക് ഫത്വ നൽക്. മെലിഞ്ഞ 7 പശുക്കൾ, തടിച്ച 7 പശുക്കളെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ താബീർ എന്താണ് അത് പറയുന്നു. അതേപോലെ തന്നെ യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫീ റുഇയായ ഇൻ കുൻതും ലിറുഇയ തഅബുറൂൻ, നിങ്ങൾക്ക് റുഇയക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകുന്ന ആളാണെങ്കിൽ സമൂഹമേ, ശൂറ അംഗമേ, നിങ്ങൾ എനിക്ക് ഫത്വ നൽക് എന്ന് രാജാവ് ചോദിച്ച ചോദ്യം. ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി അല്ലാഹ് പറഞ്ഞു ലാ തസ്തഫ്തി ഫീഹി മിൻഹും അഹദ, നീ ചോദിക്കരുത്. അപ്പോൾ ചോദിക്കുക എന്ന അർത്ഥത്തിലും ഫത്വ പ്രയോഗിച്ചിട്ടുണ്ട്. ലാ തസ്തഫ്തി ഫീഹിം, അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചിട്ട് ഈ മുശ്രിക്കുകളോട് നീ ചോദിക്കരുത്. ലാ തസ്തഫ്തി ഫീഹി മിൻഹും അഹദ, ആരോടും അതൊക്കെ നീക്ക് ഞാൻ വഹിയായി നൽകും, ഞാൻ അറിയിച്ചു തരും, ഇവരോട് ചോദിക്കണ്ട. ലാ തസ്തഫ്തി ഫീഹി മിൻഹും അഹദ. അതേപോലെ തന്നെ ശൂറ കൂടുക എന്ന അർത്ഥത്തിലും ഇസ്തഫ്ത എന്നുള്ള പ്രയോഗം അല്ലാഹു ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ബിൽക്കീസ് രാജ്ഞി ഉണ്ടല്ല, ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്തയച്ചപ്പോൾ ആ വിഷയത്തിൽ ശൂറ അംഗത്തോട് ശൂറ കൂടുന്നത് ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഖാലത്ത് യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫി അംരി, നിങ്ങൾ എനിക്ക് ഫത്വ താ, നിങ്ങൾ അഭിപ്രായം പറയ് എൻ്റെ വിഷയത്തിൽ, ഞാൻ എന്താ ചെയ്യേണ്ടത്? സുലൈമാൻ ഇങ്ങനെ കത്തയച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? അഫ്തൂനി, നിങ്ങൾ എനിക്ക് ഫത്വ താ, അതായത് അഭിപ്രായം പറയ് എന്നർത്ഥത്തിൽ. അതേപോലെ തന്നെ ചോദ്യകർത്താവ് ചോദിക്കപ്പെടുന്ന ആളെ വഷളാക്കുന്ന രീതിയിൽ ചോദിക്ക്, നിങ്ങളോട് ചോദിച്ചോക്ക്, കിട്ടുമെന്ന് നോക്കാല എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള പ്രയോഗത്തിനും അള്ളാഹു ഇസ്തഫ്ത എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹ് പറയാണ് ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാത്തു വലഹുമുൽ ബനൂൻ, അവരോട് ചോദിച്ചോക്ക്, നിന്റെ റബ്ബിന് പെമ്മക്കളോ ഓർക്ക് ആമക്കളോ? അവരെ വഷളാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അവിടെയും അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാത്തു വലഹുമുൽ ബനൂൻ, കളിയാക്കി ചോദിക്കുന്നത്. വ്യത്യസ്ത 9ഓളം ആയത്തുകളിൽ ഇസ്തഫ്ത അഫ്ത എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹദീസിലും വന്നിട്ടുണ്ട് അഫ്ത എന്നുള്ള പ്രയോഗം. അൽ ഇസ്മു മാ ഹാക ഫീ ഖൽബിക വതറദ്ദദ ഫീ സദ്രിക വഇൻ അഫ്താക നാസു വഅഫ്തൗക. ഇമാം തബ്രാനി, അഹ്മദ് പോലുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം നവവി, അൽബാനിയൊക്കെ റഹിമഹുമുല്ലാ ഹസനാന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ നിൻ്റെ ഹൃദയത്തിൽ ചൊറിച്ചിലും വിഷമം ഉണ്ടാക്കുന്നുണ്ടോ, അത് തെറ്റാണ്. ജനങ്ങൾ നിനക്ക് ഫത്വ നൽകിയാലും ശരി, അവർ നിനക്ക് ഫത്വ നൽകിയാലും ശരി, വൈൻ അഫ്താക്കന്നാസ് വൈൻ അഫ്തൗക, നിൻ്റെ ഹൃദയത്തിൽ തെറ്റാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും ധാരാളമായി വന്നിട്ടുണ്ട് എന്ന്. ഇതാണ് ഫത്വ. ഇൻഷാ അല്ലാഹ് മറിച്ച് മറ്റു കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഫത്വ നൽകേണ്ടത്, എന്താണ് ഫിഖ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പോലുള്ള കാര്യങ്ങളൊക്കെ ശേഷമുള്ള ഉസ്താദുമാർ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അവസാനം ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ദാറുൽ ഇഫ്താ, നമ്മൾ ഈ സംരംഭത്തിന് നൽകിയ പേര് ദാറുൽ ഇഫ്താ എന്നാണ്. ദാറുൽ ഇഫ്താ എന്ന് പറഞ്ഞാൽ മക്കാനു അമലിൽ മുഫ്തി, മുഫ്തി അമൽ ചെയ്യുന്ന സ്ഥലത്തിനാണ് ദാറുൽ ഇഫ്താ എന്ന് പറയാം. ഒരുപാട് ദാറുൽ ഇഫ്താകളുണ്ട്, മിസ്റിലുണ്ട്, സൗദിയിലുണ്ട്, പല സ്ഥലത്തും ദാറുൽ ഇഫ്താ ഉണ്ട്. അതായത് മുഫ്തിമാർ ഒരുമിച്ചിരിക്കുന്ന ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിനാണ്
ദാറുൽ ഇഫ്താ എന്ന് പറയാം. ആ ഒരു പേരാണ് ഈ സംരംഭത്തിന് നമ്മൾ നൽകിയിട്ടുള്ളത്, ദാറുൽ ഇഫ്താ. ആഷിഖ് സാർ പറഞ്ഞതുപോലെ ഒരു വലിയ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഒരു ഇസ്ലാമിക കോടതിയായി നമ്മുടെ ഈ ചെറു സംരംഭത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഹാദാ വല്ലാഹു ആലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا